10 ലക്ഷം രൂപ പിഴയടിക്കും എന്ന് പറഞ്ഞ കേസിനെ കുറിച്ചാണ് ഇവിടെ വർത്താനം പറയുന്നത്. എവിടേക്കറിയാമോ പത്രത്തിൽ കൊടുക്കാൻ പോയതാ. ശരി ശരി നോക്കൂ, അല്ല നമ്മൾ ഈ വിഷയവുമല്ല, ഈ വിഷയവുമായി ബന്ധമില്ലാത്ത ഒരു വിഷയത്തിൽ കഴിഞ്ഞ 10 മിനിറ്റോളമായി സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ആ വിഷയം അവസാനിപ്പിക്കും. ഇവർ നല്ല ബുദ്ധിയായിരുന്നു സാറേ. ഈയിടെയായിട്ട് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. ആ വിഷയം അവസാനിപ്പിക്കൂ. ആ വിഷയം അവസാനിപ്പിക്കൂ. അല്ല ചർച്ചക്ക് ഞങ്ങളില്ല. മാധു തടഞ്ഞില്ല. ആ വിഷയത്തിൽ മാധു തടഞ്ഞില്ല. ഞാൻ എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ. ചർച്ചക്കല്ല ഞാൻ വന്നത്. ഞാനൊന്ന് പറയട്ടെ. ചർച്ചയ്ക്ക് ഭയമില്ല. ആ ചർച്ചയ്ക്ക് ഭയമില്ല എന്നുള്ളത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ആ വിഷയം ചർച്ച ചെയ്യാൻ ശരി, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ഓ, വെറുതെ തള്ളിയിട്ട് പോയതാ. അല്ലല്ല, ഇന്ന് സൗകര്യപ്പെടുകയല്ല. കാരണം മതി, തിരക്കില്ല. സുപ്രീം കോടതി ശിക്ഷിച്ച കേസാ, സുപ്രീം കോടതി വിധിച്ച കേസാ മാത്യു കുഴൽനാടനെ. 10 ലക്ഷം എന്നാ പറഞ്ഞത്. ഓടി. ആ ഓടിയ കുഴൽനാടൻ ചത്തു. എന്ത് തേങ്ങയാണ് പറയുന്നേ? ആ കുഴൽനാടന്റെ കേസ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കെതിരെ പറയല്ലേ? ഞാൻ എന്താ പറയേണ്ടത്? അതാ ഞാൻ പറയുന്നത്. ഈ തെമ്മാടിക്കൂട്ടം, മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്ന തെമ്മാടിക്കൂട്ടത്തിന് കൂടെ ചർച്ചയ്ക്കില്ല. ശരി, എനിക്കതിനെ പ്രോത്സാഹിപ്പിക്കാനും കഴിയില്ല. ശ്രീ അനിൽകുമാർ, രാഷ്ട്രീയമായ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. ശരി ശരി, ഓക്കെ. അല്ല, അതിനൊന്നും തലകുനിക്കാൻ നമുക്കും നിർവാഹമില്ല ശ്രീ അനിൽകുമാർ. അല്ല, ഈ ബോർഡിലുള്ള മുഴുവൻ ആളുകളെ, അത്തരം പരാമർശങ്ങൾ നടത്തിയവരും അല്ലാത്തവരുമായ മുഴുവൻ ആളുകളെയും എന്നെയും ഉൾപ്പെടെ തെമ്മാടിക്കൂട്ടം എന്ന് അങ്ങ് വിളിച്ചതിന് ശേഷം അങ്ങ് ഈ ചർച്ചയിൽ തുടരണമേ എന്ന് അഭ്യർത്ഥിക്കേണ്ടി വരുന്ന അവസ്ഥ എനിക്കുമില്ല. ഞാൻ എല്ലാ ബഹുമാനത്തോടും കൂടി അങ്ങയോടെ ഈ ചർച്ചയിൽ നിന്ന് പിരിഞ്ഞുകൊള്ളാൻ സമ്മതം നൽകുന്നു. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യം ഈ ചർച്ചയിൽ നിന്ന് പിരിഞ്ഞോളൂ. ഈ ചർച്ചയിൽ നിന്ന് അങ്ങ് പിരിഞ്ഞോളൂ. സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുന്നവർക്ക് എന്ത് ബഹുമാനം? അത് ശരിയാ. ശരി, ആര് പിരിയണം? ഉരുളാൻ നോക്കണ്ട, തന്നെ കണ്ടാ അറിയാൻ കുഴപ്പമാണ്. അല്ല, അങ്ങേക്ക് ഈ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ തെമ്മാടിക്കൂട്ടമെന്ന് അഭിസംബോധന ചെയ്തതിനു ശേഷം ചർച്ചയിൽ തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് ചർച്ചയിൽ തുടർന്നാൽ ഞാൻ അങ്ങേ പോലെ വളരെ ബഹുമാനത്തോടു കൂടി വിളിച്ച 3 പേർ തെമ്മാടിക്കൂട്ടങ്ങളിൽ എന്നെ പറഞ്ഞോളൂ. എനിക്ക് അങ്ങയുടെ പ്രായവും അങ്ങ് ബഹുമാനിച്ച് ഞാൻ വേണമെങ്കിൽ കേൾക്കാം. നമ്മൾ അതിനു മുമ്പ് അതിലേറെ കേട്ടിട്ടുണ്ടല്ലോ. ഈ ഇറച്ചിക്കടയിൽ മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്നൊക്കെ നിങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ വിളിച്ചത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ചർച്ച തെമ്മാടിക്കുട്ടവുമായി ചർച്ചയ്ക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാനാണ് ആദ്യത്തെ ആൾ ശ്രീ അനിൽകുമാർ. അപ്പൊ ഞങ്ങൾ അങ്ങനെ പലതും കേട്ടിട്ടുണ്ട്. ഇറച്ചിക്കടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. CPM-ന്റെ നാവിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട്. അതെ അതെ അതെ, ശരിയാണ്. എന്നെ ചർച്ചയ്ക്ക് വിളിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അതെ, ആ വിഷയത്തിൽ ഞാൻ ഇരിക്കാൻ തയ്യാറാണ്. അതാണ് ചർച്ചയെങ്കിൽ ഞാൻ ഇതിനു മുൻപ് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിലും CPM ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ടെന്നേ. ഇത്തരം ആരോപണങ്ങളൊക്കെ കേട്ടിട്ടും മറുപടി പറഞ്ഞിട്ടുമുണ്ടെന്നേ. അത് ഈ നാട്ടിൽ ഞങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ആ പ്രയോഗം നടത്തുന്നവരെയാണ് പറയുന്നത്. മാധുവിനെ അല്ല പറഞ്ഞത്. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. അല്ല, ഈ ചർച്ചയിലിരിക്കുന്ന തെമ്മാടിക്കൂട്ടം എന്നങ്ങ് പറഞ്ഞു. തെമ്മാടിക്കൂട്ടത്തിന് കൂടെ ചർച്ചയിലില്ല എന്നങ്ങ് പറഞ്ഞു. അപ്പൊ ഈ ചർച്ചയുടെ ഉത്തരവാദി എന്ന നിലയ്ക്ക് ഞാനാണ് ആദ്യത്തെ ആൾ. മറ്റു 3 പേരും അതിന്റെ ഭാഗമാവുകയും ചെയ്യും. ഒരു ചർച്ചയിലുള്ള മുഴുവൻ ആളുകളെയും വ്യക്തിനിക്ഷേപം നടത്തിയതിനു ശേഷം ഞാൻ തുടരണമെങ്കിൽ മറ്റുള്ളവർ പാടില്ല എന്നങ്ങ് പറഞ്ഞാൽ എനിക്ക് നിവൃത്തിയില്ല ശ്രീ അനിൽകുമാർ. നീ ഒറ്റക്കല്ല, ഞങ്ങൾ 2 പേരും നിന്റെ ഒപ്പമുണ്ട്. നീ ഞങ്ങക്ക് കാശിരാനില്ലേ? അതെന്നെ വായിക്കാതെ എങ്ങനെയാണ് നിന്നെ ഒറ്റക്ക് വിടുക? ഒന്നുകിൽ അനിൽകുമാർ പുറത്തു പോകണം, അല്ലെങ്കിൽ മാപ്പ് പറയണം. ഒന്നുകിൽ അനിൽകുമാർ മാപ്പ് പറയണം ആ പദപ്രയോഗത്തിന്, അതല്ലെങ്കിൽ അദ്ദേഹം പുറത്തു പോകണം. മാതൃഭൂമി അദ്ദേഹത്തെ പുറത്താക്കണം. ഞങ്ങളെ മുഴുവൻ പേരെ അപമാനിച്ചിരിക്കുകയല്ലേ? ഞങ്ങളെ എല്ലാവരെയും അവഹേളിച്ചിരിക്കുകയാണ്. ഒന്നുകിൽ അദ്ദേഹം മാപ്പ് പറയണം, അതല്ലെങ്കിൽ പുറത്തു പോകണം. മാതൃഭൂമി അദ്ദേഹത്തെ പുറത്താക്കണം. ഞാൻ പറഞ്ഞില്ല, ബിജെപിയുടെ പ്രതിനിധിയെ പറഞ്ഞില്ല, കള്ളം പറയുന്നു ആ പന്നെ. എന്ന വാക്കാണ് ഉപയോഗിച്ചത്. തെമ്മാടിക്കൂട്ടത്തിനൊപ്പം ചർച്ചയിലിരിക്കാൻ കഴിയില്ല എന്നങ്ങ് പറഞ്ഞു. സ്വാഭാവികമായി മറ്റുള്ളവർക്ക് അത് പറയാമല്ലോ. തെമ്മാടിക്കൂട്ടം എന്ന് വിളിക്കുമ്പോൾ ഞങ്ങളെയൊക്കെ പറഞ്ഞതുപോലെയാണ്. മാപ്പ് പറയണം. ആ പദപ്രയോഗം തെറ്റായിപ്പോയി, പിൻവലിച്ച് മാപ്പ് പറയണം. അതല്ലെങ്കിൽ മാതൃഭൂമി അദ്ദേഹത്തെ പുറത്താക്കണം. ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നത് ശരിയാണോ? വളരെ മോശമായി പോയി. അനിൽ വളരെ മോശമായി പോയി.
ശ്രീ അനിൽകുമാർ കുഴൽനാടൻ ചത്തു എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ പറയാമോ? പോത്തിനോടാണോ വേദം ഓതുന്നത്? അങ്ങനെ പറയാമോ? 4 പേര് കൂടി ഒച്ചയിട്ടാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. 4 പേര് കൂടി ശബ്ദമിട്ടാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എല്ലാവരും മുതിർന്ന ആളുകളും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികളും. ഞാനൊന്ന് പറഞ്ഞോട്ടെ ശ്യാമരാജൻ. നിങ്ങൾ ആരെങ്കിലും നിർത്തിയാലല്ലേ എനിക്കൊന്ന് പറയാൻ കഴിയുള്ളൂ. നിങ്ങൾ നിർത്തിയാലല്ലേ എനിക്ക് പറയാൻ കഴിയൂ. നിങ്ങൾ അവസാനിപ്പിച്ചാലല്ലേ എനിക്ക് പറയാൻ കഴിയൂ. എനിക്കൊരു മിനിറ്റ് തരൂ. ഇനി ദയവ് ചെയ്ത് സംസാരിക്കാതിരിക്കും. തർക്കങ്ങളിലൊക്കെ മര്യാദ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കുഴപ്പമായി. ഇനി ഞാനൊന്ന് സംസാരിക്കട്ടെ ശ്യാമരാജ്, എന്നാലല്ലേ എനിക്ക് പറയാൻ കഴിയൂ. ഇതിന് തർക്കമൊന്നുമില്ലെന്നേ. ഇത് ആക്രമിക്കുക, അപമാനിക്കുകയാണ്. അപമാനിക്കുന്നതിനൊന്നും നിന്ന് തരാൻ സൗകര്യപ്പെടുകയില്ല. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? ഞങ്ങളുടെ നയം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് സുപ്രീം കോടതി വരെ തീർപ്പാക്കിയ ഒരു കേസിനകത്ത് വീണ്ടും ഞാൻ സംസാരിച്ചോട്ടെ. നിങ്ങൾ 4 പാനലിസ്റ്റുകളും എന്നോടാണല്ലോ ചോദിക്കുന്നത്. ഞാനൊന്ന് സംസാരിച്ചോളട്ടെ. ഇപ്പോ ഈ ചർച്ചയിൽ സ്വാഭാവികമായും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമുണ്ടായി. അത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ആദ്യത്തെ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി അവതാരങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ ശ്രീ പ്രമോദ് പുഴങ്കരിയോട് ചോദിച്ചത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് പല കേസുകൾ എടുത്തു പറഞ്ഞുകൊണ്ടേ അതിൽ പരാമർശം ഉണ്ടാകാൻ പാടുള്ളൂ. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് മിണ്ടാൻ പാടില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ആ വിഷയത്തിൽ ഇതിനു മുമ്പ് ചർച്ചയ്ക്കിരുന്നിട്ടുണ്ട്. ആ വിഷയത്തിൽ CPM അടക്കവും ചർച്ചയ്ക്കിരുന്നിട്ടുണ്ട്. അങ്ങേക്ക് മറുപടി പറയാനുള്ള സമയവും ഞാൻ തരും. അങ്ങയുടെ ഉത്തരവിന്റെ ഭാഗമായി അങ്ങ് ഉപയോഗിച്ച 2 വാക്കുകളാണ് പ്രകോപനപരമായത്. ഒന്ന്, അത് തെമ്മാടിക്കൂട്ടം എന്ന വാക്കാണ്. ഈ ചർച്ചയിൽ തെമ്മാടിക്കൂട്ടവുമായി തുടരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഞാനും മറ്റ് പാനലിസ്റ്റുകളും ഉൾപ്പെടെ എല്ലാവരും അതിന്റെ ഭാഗമായി വരികയാണ്. അതിൽ സ്വാഭാവികമായും അവർക്ക് വിമർശനം ഉണ്ടാവും. രണ്ടാമത്തേത് കുഴൽനാടൻ ചത്തു എന്നാണ്. ഈ നാട്ടിലെ ഒരു ജനപ്രതിനിധി, ഒരു സാധാരണ മനുഷ്യൻ ചത്തു എന്നൊക്കെ മനുഷ്യനെ കുറിച്ച് പോലും പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു പരാമർശം നടത്തി സ്വാഭാവികമായും കോൺഗ്രസിന് പ്രതിനിധിക്ക് അതിൽ വിമർശനം ഉണ്ടാകും. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം.